വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആര്യ മിത്ര. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഉസ്മാൻ എന്നുള്ളൊരു പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററിയാണ്. അതായത് സർ ഇവിടെ വരുന്ന സമയത്ത് ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നടുവിന് നല്ല ബുദ്ധിമുട്ട്, കാലിലോട്ടുള്ള വലിച്ചൽ പോലുള്ള വേദന, നടുവിൻ്റെ ഭാഗത്ത് പിടുത്തം, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സർ ഇവിടെ 14 ഡേയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. നാളത്തേക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സർ ഡിസ്ചാർജ് ആവുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൽ നിന്ന് സാറിൻ്റെ വരുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, പോകുമ്പോൾ ഇപ്പോൾ ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് സാറിനോട് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം. എൻ്റെ പേര് ഉസ്മാൻ, പേരാമ്പ്രയാണ് സ്ഥലം. പിന്നെ എനിക്ക് 2002 മുതലാണ് ഈ നടുവേദന തുടങ്ങിയത്. തുടക്കത്തിൽ കഴുത്തുളുക്കായിരുന്നു. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളോളം ഹോമിയോ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പീരീഡിൽ പിന്നെ യൂനാനിക്ക് പോയി. അത് കഴിഞ്ഞു വീണ്ടും ഹോമിയോയിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ എന്താ പറഞ്ഞാൽ വേദന കുറയും, പക്ഷേ അതിൻ്റെ ഒരു സ്ഥായിയായ ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമായില്ല. പിന്നെ ജോലി ചെയ്യുമ്പോൾ വീണ്ടും വേദന വരും. അപ്പം പിന്നെയും കഴുത്തുളുക്കും. അത് പെട്ടെന്നാണ് ഒരു അവിചാരിതമായ കഴുത്തുളുക്ക് വരുന്നത്. നമ്മളറിയാം, ചിലപ്പോൾ കുളിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ കുളിച്ച് തോർത്തുമ്പോഴായിരിക്കും, ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും. പിന്നെ മണിക്കൂറുകളോളം കഴുത്ത് എടുത്തും വലം തിരിയാൻ പറ്റില്ല, താഴോട്ട് നോക്കാൻ പറ്റില്ല, ആകെ സ്റ്റക്കായി പോകും. അപ്പം അങ്ങനെയായി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പയ്യന്നൂർ ഒരാളെടുത്ത് പോയി. അവിടെ നിന്ന് എങ്ങനെ ഡിസ്ക് കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ഒരാഴ്ച അവിടെ നിന്നു. പക്ഷെ അതൊന്നും എനിക്ക് അത്ര ഒരു സ്ഥിരമായിട്ടുള്ളൊരു സമാധാനമൊന്നും അതുകൊണ്ടൊന്നും കിട്ടിയില്ല. അത് ഞാൻ ഓർക്കുന്ന സാറ് ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമ്പോൾ ഞാൻ കുറെ ട്രീറ്റ്മെന്റ് ചെയ്തതാണ് എന്നുള്ളൊരു സംശയത്തോടു കൂടിയാണ് സാറ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതേ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 70-80% വളരെ റിലാക്സ് ആയിട്ട് വളരെ നല്ലൊരു അവസ്ഥയാണ് എനിക്കിപ്പോൾ ശരിക്കും ഉള്ളത്. ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്ക് പോയി പിന്നെ ഒരിക്കൽ ഒരു ഇഞ്ചക്ഷൻ അടിച്ചാൽ ഇങ്ങോട്ട് വന്നത്. കാരണം അത്ര ഡേഞ്ചറായിരുന്നു. നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയോ അവിടെ എത്തി. ഡോക്ടറോട് കാര്യം പറഞ്ഞു ഗുളിക കഴിച്ചാൽ മാറില്ല, ഒരു ഇഞ്ചക്ഷൻ തന്നെ എന്തായാലും വേണമെന്നാണ്. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ അടിച്ചാണ് എനിക്ക് തിരുവള്ളൂരേക്ക് വരാനുള്ളൊരു സാഹചര്യം. അപ്പോൾ അതൊരു അവസ്ഥ ഇപ്പം ഞാൻ അന്ന് ഇവിടെ വന്നൊരവസ്ഥയും ഇന്നത്തെ അവസ്ഥയിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നല്ല ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായി. കാരണം നല്ലൊരു ആ ഒരു ഹീലിങ്ങിൻ്റെ ആ ഒരു ഇതിൽ നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. ഇപ്പം നല്ല മാറ്റമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു 20% എൻ്റെ കയ്യിലുള്ളത്. ഞാനത് വളരെ റെസ്റ്റ് എടുക്കണം, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെഡിസിൻ കാര്യങ്ങളൊക്കെ അത് കൃത്യമായി കുടിക്കുന്നുണ്ട്. ഇപ്പം 14 ദിവസം സാറ് ഇപ്പം ഒരു ഇവിടെ താമസിച്ച് ചികിത്സ ചെയ്ത ആളാണ്. അപ്പം നമ്മളെ സർവീസിനെ പറ്റിയിട്ട് ഭക്ഷണം കാര്യങ്ങൾ മൊത്തം സാറിനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതായിട്ട് അങ്ങനെ അനുഭവപ്പെട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഔട്ട്ലൈൻ അതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? പക്ഷെ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനില്ല, ഒന്നും എടുത്ത് കാണിക്കാനില്ല. കാരണം നല്ല വെജിറ്റേറിയൻ, നല്ല ഫുഡാണ്. പിന്നെ സ്റ്റാഫൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മളായിട്ട് ഇടപഴകുന്നുണ്ട്. ഒരു വീടിൻ്റെ ആ ഒരു അവസ്ഥ, ഒരു അന്തരീക്ഷം, ആ ഒരു ഫീലിംഗ് ആണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടായിരുന്നത്. ഒറ്റപ്പെടൽ അതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല സൗഹാർദ്ദം. അതൊക്കെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രധാന ഘടകങ്ങളാണ്. അതൊക്കെ തന്നെ. പിന്നെ നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. ഞാൻ വന്ന അവസ്ഥ ഇവിടെ ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയമുള്ളതിനോട് വളരെ വ്യത്യാസമുണ്ട്. വളരെ നല്ലൊരു പിന്നെ ആശ്വാസം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലത്തെ ട്രീറ്റ്മെന്റ് കൂടി കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ആയി. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പോകുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. അപ്പൊ ഇനി 14 ദിവസത്തെ റെസ്റ്റിന്റെ പീരീഡും കൂടെ ഉണ്ട്. സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെസ്റ്റിന്റെ സമയത്തും കൂടി ഫോളോ ചെയ്യാം. അപ്പം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള അറിയുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പം 14 ഡേയ്സ് കൊണ്ട് സാർ കോൺഫിഡന്റ് ആയി. അപ്പൊ ധൈര്യമായിട്ട് നാളെ വേറെ സജസ്റ്റ് ചെയ്യാം. ഉറപ്പായിട്ടും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും, ധൈര്യസമേതം പറയും. ഓ ശരി സാർ, തീർച്ചയായും. സന്തോഷം.